യഥാർത്ഥത്തിൽ ദൈവം ഇതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? എൻ്റെ മുമ്പിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരാട് അറുക്കപ്പെടുന്നു. ഞാൻ അതിനെക്കൊണ്ട് ഈ ആലയത്തിൽ ചെന്ന് ഈ അറുക്കപ്പെടാൻ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ആ ഒരു അലറിക്കരച്ചിലും അതുപോലെ തന്നെ ആ രക്തം ചൊരിയലും പിടച്ചിലും അങ്ങനെയുള്ള ആ ഒരു എല്ലാം കാണുമ്പോൾ അപ്പോൾ അതിൻ്റെ സർവ്വശക്തി എടുത്ത് ഉപയോഗിച്ചുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു പടച്ചിലും എല്ലാം കാണുമ്പോൾ അവിടെ ആ വ്യക്തി, അതായത് യാഗം കഴിക്കാനായിട്ട് ചെല്ലുന്ന വ്യക്തി, അവനൊരു എന്താ പറയുക, അവൻ്റെ ഉള്ളൊരു മാനസാന്തരം ഉണ്ടാവും. കാരണം ഇത് ഞാൻ കാരണമാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ പാപം കൊണ്ടാണല്ലോ ഈ മൃഗം ഇങ്ങനെ മരിക്കേണ്ടി വരുന്നത്. ഞാനാണല്ലോ ഇതിന് കാരണക്കാരൻ. എൻ്റെ പാപമാണല്ലോ ഈ മൃഗത്തിൻ്റെ മരണത്തിന് യോഗ്യമായി അല്ലെങ്കിൽ ശിക്ഷാകാരണമായി തീർന്നത്. ആ മൃഗം സത്യത്തിൽ ഒരു പാപം ചെയ്തിട്ടില്ലല്ലോ. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നൊരു മാനസാന്തരം, അതാണ് ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ മാനസാന്തരത്തിലൂടെ ആ വ്യക്തി തീർച്ചയായിട്ടും ആ യാഗസമയത്ത് പറയുന്നുണ്ട്, അവൻ ദൈവത്തോടെല്ലാം ഏറ്റു പറഞ്ഞ്, ഇല്ല ഇനി ഞാൻ കാരണം ഇനി ഒരാട് അറുക്കപ്പെടേണ്ടി വരില്ല, ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഞാൻ നന്നായി ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ദൈവസ്ഥാനത്തിൽ നിരപ്പ് പ്രാപിച്ച് പോവുമായിരിക്കാം ചെയ്യേണ്ടത്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മത്തായിയുടെ സുവിശേഷം നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ 27:50 യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടെന്ന് എഴുതിയിട്ടുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 15:34 അത്യുച്ചത്തിൽ നിലവിളിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 23:46 നിലവിളിച്ചു എന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13:30 തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ, സാന്ദർഭികമായിട്ടൊരു കാര്യം പറഞ്ഞ ഉദ്ദേശിച്ചാണ്, ബൈബിൾ വായിക്കുമ്പോൾ ആ ബൈബിൾ എഴുതിയിരിക്കുന്ന ആ രീതി അല്ലെങ്കിൽ അതിൻ്റെ ടോൺ ശരിക്കും മനസ്സിലാക്കണം. എന്നാലും നമുക്ക് ആ സിറ്റുവേഷനെ ശരിക്കും ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ക്രൂശിലെ ഈ കരച്ചിൽ നമ്മളിത് നോർമലായിട്ട് വായിച്ചാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മളതിനെ ഒന്ന് ആ ക്രൂശിലെ ആ ഒരു കരച്ചിലിനെ ഒന്ന് ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു കരച്ചിൽ അല്ലെങ്കിൽ ക്രൂശിൽ അനുഭവിക്കുന്ന ആ ഒരു കഷ്ടത ധ്യാനിച്ചാൽ, ഈ കർത്താവ് മരിച്ചത് പഴയ നിയമത്തിലെ ആടിൻ്റെ എല്ലാ ഞരക്കവും എല്ലാ പ്രയാസങ്ങളും പുതിയ നിയമത്തിലൂടെ കർത്താവ് അനുഭവിക്കുകയാണല്ലോ. അത് നമ്മൾ ധ്യാനിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളും തകർന്നു പോകും. കാരണം ഈ കർത്താവും അലറിക്കരഞ്ഞു, അല്ലെങ്കിൽ ആ കർത്താവ് കഷ്ടം സഹിച്ചു, ഈ കർത്താവ് രക്തം ധാരധാരയായിട്ടൊഴുകി. ഇതെല്ലാം ചെയ്തത് എൻ്റെ മിടുക്ക് കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഗുണം കൊണ്ടല്ല. ഇതെല്ലാം ദൈവം എനിക്ക് വേണ്ടി ചെയ്ത, എന്നോട് കാണിച്ച ഒരു കരുണയാണ്, അല്ലെങ്കിൽ കർത്താവിന് എന്നോടുള്ള ആ സ്നേഹമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ നമുക്ക് ആ ദൈവത്തോട് കൂടുതൽ സ്നേഹവും ആ ദൈവത്തോട് കൂടുതൽ എന്താ പറയുക, വിശ്വാസവും എല്ലാം അത് കൂടി വരുവാനായിട്ട് നമുക്ക് ഇടയാക്കും. അപ്പോൾ നമ്മളും ഈ ഒരു ക്രൂശിൻ്റെ അനുഭവത്തെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ ഒരു മാനസാന്തരവും ഒരു എന്താ പറയുക, ഒരു തകർച്ചയുടെ അനുഭവമൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. കാരണം പഴയ നിയമത്തിൽ ആ ആടിനെ നമ്മൾ ലൈവായി കാണുന്നു, പക്ഷേ ഇവിടെ പുതിയ നിയമത്തിൽ നമുക്ക് കർത്താവിനെ ലൈവായി കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ വികാരങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാഴ്ച നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുകയും നമ്മളതൊന്ന് ധ്യാനിക്കുകയും നമ്മളതൊന്ന് വിഷ്വലായിട്ട് കാണുവാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ യഥാർത്ഥ ആ ഒരു ഇത് കാണുവാൻ സാധിക്കുക. പഴയ നിയമത്തിൽ നമ്മൾ അതുപോലെ തന്നെ കാണുന്ന മറ്റൊന്നാണ്, നമ്മൾ മേധസ് യാഗപീഠത്തിൽ അർപ്പിച്ച് അതൊരു സൗരഭ്യവാസനയുള്ള ദഹനയാഗം എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. സത്യത്തിൽ ഈ സൗരഭ്യവാസന എന്ന് പറഞ്ഞ ആ വാസന അതൊരു ദൈവം ഒരു രക്തദാഹിയ ദൈവമായതുകൊണ്ടോ അല്ലെങ്കിൽ ആ വാസന അത്ര നല്ല വാസന ആയതുകൊണ്ടൊന്നും അല്ല.
നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ആ ഒരു യാഗം നടക്കുമ്പോൾ ആ വ്യക്തി അവിടെ ഒരു മാനസാന്തരം ഉണ്ടാകുന്നുണ്ട്. ആ വ്യക്തി തൻ്റെ പാപങ്ങളേറ്റു പറയുന്നുണ്ട്. ആ വ്യക്തി എന്താ പറയുക, ഒരു തകർക്കപ്പെട്ട അവസ്ഥയിലെത്തുന്നുണ്ട്. ആ വ്യക്തിയുടെ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് ഈ ഒരു യാഗത്തിലൂടെ. അപ്പം അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, വേറൊരു വേർഷനാണ് അവിടെ ആ ഒരു സൗരഭ്യവാസന പറയുന്നത്. ഈ സൗരഭ്യവാസന മീൻസ് ഒരു യാഗം നടന്നാൽ മാത്രം ഉണ്ടാകുന്ന ഒന്നാണ് ഈ മേധസ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാസന. അത് അവിടെ സംഭവിക്കുമ്പോൾ അതിൻ്റെ കൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ബാക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും. അങ്ങനെ ഉണ്ടായിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു തകർക്കപ്പെട്ട അവസ്ഥ, മാനസാന്തരം, ആ പാപങ്ങളെ ഏറ്റുപറയുന്ന ഒരവസ്ഥ, ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ് ദൈവം അതിൽ പ്രസാദിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ പുതിയ നിയമത്തിലേക്ക് എടുത്ത് നോക്കാം. നമ്മളും ഇപ്പോൾ എന്താ പറയുക, കർത്തൃമേശയിലേക്ക് സംബന്ധിക്കാറുള്ളവരല്ലേ. നമ്മുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ മനസ്സിലാക്കി മാനസാന്തരത്തോടു കൂടി ഒരു തകർന്ന അവസ്ഥയോടു കൂടി തന്നെയാണോ നമ്മളും അതിലേക്ക് കൈ നീട്ടാറുള്ളത്? നമ്മുടെ കണ്ണ് നിറയുന്നൊരു അനുഭവം ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഇല്ലെങ്കിൽ പഴയ നിയമ വ്യവസ്ഥ പ്രകാരം നോക്കുകയാണെങ്കിൽ ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചിട്ടില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആരാധനയും നമ്മുടെ കർത്തൃമേശയിലും ഇതൊന്നും നടന്നില്ലെങ്കിൽ ദൈവം പ്രസാദിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കതറിയില്ല. പക്ഷേ ബൈബിൾ നോക്കിയിട്ട് ദൈവം പ്രസാദിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ദൈവത്തോട് നിരക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ, അല്ലെങ്കിൽ ഒരു മാർഗം മാത്രമേ ദൈവം വെച്ചിട്ടുള്ളൂ. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ വായിക്കുന്നില്ലേ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അവകാശം കൊടുത്തെന്ന് പറയുന്നുണ്ടല്ലോ, അധികാരം കൊടുത്തെന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി വാക്യങ്ങളുണ്ട് നമുക്ക് പുതിയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് മനുഷ്യനുണ്ടാക്കിയ കൽപ്പനയോ മനുഷ്യനുണ്ടാക്കിയ നിയമമല്ല, ദൈവമാണ് മുന്നിലേക്ക് വെച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു മാർഗവുമില്ല. നമ്മുടെ ഒരു നല്ല പ്രവൃത്തിയോ സൽപ്രവൃത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അങ്ങനെ സൽപ്രവൃത്തിയോ നല്ല പ്രവൃത്തിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നവരെല്ലാവരും ദൈവം നീതീകരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ ഭൂമിയിൽ ഒരു സൽപ്രവൃത്തി പോലും ചെയ്യാത്ത ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരവരുടെ സാമ്പത്തികവും അവരവരുടെ ശാരീരിക യോഗ്യതയും വെച്ചിട്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ സൽപ്രവൃത്തി ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ സൽപ്രവൃത്തിയാണ് ദൈവം വെച്ചിരുന്നെങ്കിൽ ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിയെയും ദൈവത്തിന് ശിക്ഷിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മൾ പഴയ നിയമത്തിൽ നോക്കിയാൽ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി സമാഗമന കൂടാരത്തിൻ്റെ അവിടെ ഉയർത്തി കെട്ടുവാനൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ആ സർപ്പങ്ങൾ കടിക്കുന്നവർ അതിലേക്ക് നോക്കണം എന്നുള്ളത് ദൈവീക കൽപ്പനയാണ്. അതിലേക്ക് നോക്കിയാൽ മാത്രമേ രക്ഷയുണ്ടാവുള്ളൂ. വേറെ എന്ത് ചെയ്താലും രക്ഷയില്ല. അത് ദൈവം വെച്ച കൽപ്പനയാണ്. അതിനിപ്പോൾ നമുക്ക് ന്യായമായി ചോദിക്കാം, ഇതെന്താ അത് അതിലേക്ക് നോക്കിയാൽ മാത്രമേ പറ്റുള്ളൂ, എനിക്ക് വേറെ അത് ചെയ്തോളൂ ഇതെന്നൊക്കെ ചോദിക്കാം. ന്യായമായ ചോദ്യങ്ങൾ നമുക്ക് മനുഷ്യൻ ചോദിക്കാം. പക്ഷേ ദൈവം വെച്ചിരിക്കുന്ന മാർഗ്ഗം അതാണ്. അതുപോലെ തന്നെ പുതിയ നിയമത്തിലും ദൈവം വെച്ചിരിക്കുന്ന മാർഗം ഇത് തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ക്രിസ്തുവിൻ്റെ മരണശേഷം അപ്പോസ്തലന്മാരായാലും എല്ലാവരും അവരിതെല്ലാം നന്നായി ഗ്രഹിച്ചു. ഇത് ഗ്രഹിച്ചവർ ഈ ഭൂലോകത്തെ മാറ്റി. നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും, ഇതെല്ലാം ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിപ്പാൻ, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സകല മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാടിന് അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആമേൻ.